അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞു കഥ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അള്ളാഹു വലിയ കൃപാലുവാണ്, ദയാലുവാണ്. ഏത് തന്നെ പാപം ചെയ്താലും അവൻ്റെ പാപം അള്ളാഹു പൊറുക്കാൻ റെഡിയാണ്. ബനൂ ഇസ്രായേലിൽ 2 മനുഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾ വലിയ സ്വാലിഹായ നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, മറ്റൊരാൾ തിന്മ ചെയ്യുന്ന ആളാണ്. രണ്ടാളും സുഹൃത്തുക്കളാണ്, പരസ്പരം സ്നേഹിതന്മാരാണ്. ഈ തിന്മ ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോൾ നന്മ ചെയ്യുന്ന മനുഷ്യൻ പറയും, എന്തൊരു പാപമാണ് നീ ചെയ്യുന്നത്, ഒന്ന് മാറി നിന്നൂടെ. അപ്പോൾ ഈ തിന്മ ചെയ്യുന്ന ആൾ പറയും, എന്നെയും എൻ്റെ റബ്ബിനെയും നീ അങ്ങ് ഒഴിവാക്ക്. ഒരു ദിവസം ഈ നന്മ ചെയ്യുന്ന മനുഷ്യൻ ഈ തിന്മ ചെയ്യുന്ന വ്യക്തി വലിയൊരു തിന്മ ചെയ്യുന്നത് കണ്ട്, നിനക്ക് അള്ളാഹു സ്വർഗം നൽകുകയില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം, ദയ നിനക്ക് ലഭിക്കുകയില്ല എന്ന് ശപിക്കുകയാണ്. ഉടനെ തന്നെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ ആത്മാവിനെ പിടിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പന ഇവരുടെ ആത്മാവിനെ പിടിച്ചു റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷികളാക്കി, അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരോട് ചോദിക്കുകയാണ്. ഈ തിന്മ ചെയ്ത മനുഷ്യനോട് പറയാണ്, എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിൽ പോയിക്കോ. നന്മ ചെയ്ത മനുഷ്യനോട്, യഥാസമയം വിവാദത്തിലുള്ള ഈ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, എൻ്റെ റഹ്മത്തിനെ തടയാൻ നീ ആരാണ്? അതുകൊണ്ട് തന്നെ നീ നരകത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് തന്നെ തിന്മ ചെയ്ത, എത്ര വലിയ തിന്മയുടെ കുമ്പാരം ചെയ്തവനാണെങ്കിലും അവനെ നമ്മൾ നിസ്സാരമാക്കരുത്. ഒരാളുടെ തുടക്കം എങ്ങനെയെന്നല്ല, അയാളുടെ അവസാനം എങ്ങനെയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്നവനായാലും തിന്മ ചെയ്യുന്നവനായാലും റബ്ബ് കൃപാലുവാണ്, ദയാലുവാണ്. അവൻ്റെ കാരുണ്യം അത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കരമുയർത്തി എത്ര തന്നെ ദുആ ചെയ്താൽ അള്ളാഹ്ക്കത് വലിയ ഇഷ്ടമാണ്. അവൻ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.